പ്രിയപ്പെട്ടവരെ വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈറിച്ചിൻ്റെ കേസുകൾ നാളെ നീള എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെയാണ്. ഫിനാൻഷ്യൽ ക്രൈമിൽ വളരെ സാവധാനം മാത്രമേ കാര്യങ്ങൾ മുൻപോട്ട് പോകുകയുള്ളൂ. ഇവർ കൊടുക്കുന്ന ഹർജിയും സർക്കാരിൻ്റെ ഹർജിയും ഒക്കെ കൂടിയിട്ട് പതുക്കെ അത് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നോടൊപ്പം തന്നെ ഇ ഡിയുടെ അന്വേഷണം കാര്യമായിട്ട് പുരോഗമിക്കുന്നുണ്ട്. ഇതിലെ മുൻനിര ലീഡർമാരെ ഓരോരുത്തരായിട്ട് ഇ ഡി വിളിച്ചു വരുത്തുന്നുണ്ട്. ഇന്നലെ കോഴിക്കോടുള്ള ഒരു വനിതാ ലീഡറും മകനും ഇ ഡിയുടെ ഓഫീസിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. അതിന് ഓരോരുത്തരായിട്ട് ഇ ഡി വിളിച്ചു വരുത്തുന്നുണ്ട് ഇ ഡിയുടെ ഓഫീസിലേക്ക്. ഇവരുടെ ഒരു റിട്ട് ഇന്നലെ ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. ഇവരുടെ സ്ഥാപക ജംഗമവസ്തുക്കളെല്ലാം ഫ്രീസ് ചെയ്തത് സ്ഥിരപ്പെടുത്തിയ നടപടി ഒരു ടെക്നിക്കൽ എറർ ചൂണ്ടിക്കാണിച്ചിട്ട് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ആ റദ്ദാക്കിയ ഉത്തരവിൻ്റെ കൂടെ തന്നെ ഹൈക്കോടതി പറഞ്ഞത് ഫ്രഷായിട്ട് ഇത് പ്രൊസീഡ് ചെയ്യുന്നതിൽ തടസ്സമില്ല എന്നാണ് ജപ്തി. അതുകൊണ്ട് തന്നെ ഇവർ ഈ സ്വത്ത് കടത്തിക്കൊണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് തന്നെ ബഡ്സ് അതോറിറ്റി രാത്രി ഇവരുടെ ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടിരുന്നു. വീണ്ടും ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ ഉത്തരവിട്ടിരുന്നു. അതിനെതിരെ ഇവർ ഒരു ഹർജിയുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് പ്ലീഡറുടെ വാദം കേൾക്കാൻ വേണ്ടിയിട്ട് ആ ഹർജി മാറ്റിവെച്ചിട്ടുണ്ട്. അടുത്ത മാസം 8-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഈ മാസം 28-ന് ഇവരുടെ 2 കേസുകൾ സെഷൻ കോർട്ടും പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഫിനാൻഷ്യൽ ക്രൈം ഒരുപാട് നിയമ നടപടികളിലൂടെ കടന്നു പോവുകയാണ്. എന്നാലും ഇവർ ഉന്നയിക്കുന്നൊരു വാദം, ഞാൻ ഇവരുടെ കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് വളരെ തമാശയായി തോന്നിയത്, ഹൈക്കോടതി പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടിട്ടും അത് ഗവൺമെൻറ് സമ്മതിച്ചില്ല എന്നൊക്കെയാണ്. ഞാൻ എൻ്റെ ഹൈക്കോടതി വിധി വിശദീകരിച്ചിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ അക്കൗണ്ടുകൾ ബഡ്സ് അതോറിറ്റിയുടെ ഫ്രീസിംഗ് ഇല്ലാതായാൽ പോലും ഇതെല്ലാം തന്നെ ഇ ഡി ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. PML ആക്ടിൻ്റെ വയലേഷൻ ആരോപിച്ചിട്ട് ഡബിൾ പൂട്ടാണ്. ഒരു പൂട്ട് പൊട്ടിച്ചാൽ പോലും അടുത്ത പൂട്ടുണ്ട്. ഇ ഡിയുടെ ഫ്രീസിംഗ് നീക്കാൻ വേണ്ടിയിട്ട് ഇവർ ഹൈക്കോടതിയിൽ പോയിട്ട് അത് അവിടുന്ന് ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ച് വിട്ടിട്ടുള്ളതാണ്. PML ആക്ടിൻ്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ അടുത്ത് പോകണം നിങ്ങളെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തീർപ്പ് കൽപ്പിച്ച് വിട്ടിട്ടുള്ളതാണ്. ഏകദേശം 1.5 മാസം മുൻപ്, 1 മാസമാണ് അതിന് പോകാൻ വേണ്ടിയിട്ട് സമയം കൊടുത്തത്. ഇവരിതുവരെ PML ആക്ടിൻ്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ അടുത്ത് ഡൽഹിയിൽ പോയിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവിടെ ഇരിക്കുന്നവർ ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകളാണ്, സാമ്പത്തിക വിദഗ്ധരാണ്. IRS ഉദ്യോഗസ്ഥരൊക്കെയാണ്, വിരമിച്ച മുതിർന്ന സാമ്പത്തിക വിദഗ്ധരാണ് PML ആക്ടിൻ്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയൊക്കെ ഇരിക്കുന്നത്. അവിടെ പോയിട്ട് തങ്ങളിത് പർച്ചേസ് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് ആണ് ഈ കോടിക്കണക്കിന് രൂപയൊക്കെ വാങ്ങിച്ചത്, എന്നിട്ട് പർച്ചേസ് കൺസൈൻമെൻറ്റ് അഡ്വാൻസിന് ലാഭം വിതരണം ചെയ്യുകയാണെന്നൊക്കെ മണ്ടത്തരം അവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് ഓടിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട്, ആ പേടിയുള്ളത് കൊണ്ട് അവിടെ പോയിട്ടില്ല. അവിടെ സാധാരണക്കാരെ പറ്റിക്കുന്നത് പോലെ അല്ലല്ലോ ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകളുടെ അടുത്ത് പോയിട്ട് വിശദീകരിക്കില്ല. അതുകൊണ്ട് അവിടെ പോയിട്ടില്ല. ഈ ഒരു ഹൈക്കോടതി ഉത്തരവ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊന്നും ഇവർക്ക് സാധിക്കുമായിരുന്നില്ല. എന്നിട്ട് പോലും ഇവർ സർക്കാരിനെതിരെ കലാപാഹനമൊക്കെ നടത്തുന്നുണ്ട്. ഈ ഹൈക്കോടതി തങ്ങൾക്ക് വിധി വെച്ചിട്ട് തങ്ങൾക്ക് പൈസ തരുവാൻ പറ്റുമായിരുന്നു, എന്നിട്ട് പോലും ബഡ്സ് അതോറിറ്റി ഉത്തരവ് വീണ്ടും പുനഃസൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കലാപാഹനമൊക്കെ നടത്തുന്നുണ്ട്. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ തങ്ങൾ കൂട്ടം കൂടുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അതിനെക്കുറിച്ചിട്ടൊന്നും കേട്ടില്ല. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം, ഇവരുടെയൊക്കെ കമൻറ്റ് വായിക്കുമ്പോൾ നമ്മളൊക്കെ ഇത്ര കാലം പറയുന്നത് ആരോടാണ് എന്ന് ഒരിക്കൽ കൂടി തോന്നിപ്പോവാണ്. ഇവർ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് തങ്ങൾ വഞ്ചിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. എൻ്റെ കൂട്ടരെ, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടത് ഇവർക്ക് നിക്ഷേപം സ്വീകരിക്കാനുള്ള ഒരുവിധ അനുമതിയില്ല. അങ്ങനെ ലോകത്തുള്ളവരെ മുഴുവൻ കൂട്ടിക്കെട്ടിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അവർക്ക് മാസം പ്രോഫിറ്റ് നൽകാൻ വേണ്ടിയിട്ട് ഒരു അനുമതിയും ഇവർക്ക് ഇല്ല. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി കിട്ടില്ല. നിങ്ങൾ പറയുന്നത് ഇത് പർച്ചേസ് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് ആണ്, അതായത് സാധനം മേടിക്കാനുള്ള മുൻകൂർ തുകയാണെങ്കിൽ അതിന് പ്രോഫിറ്റ് വിതരണം ചെയ്യാൻ പറ്റില്ല. പ്രോഫിറ്റ് വിതരണം ചെയ്യാം എന്നുള്ള ഇവരുടെ വാദത്തിൽ തന്നെ ഈ ഒരു പൈസ നിയമത്തിൻ്റെ കണ്ണിൽ നിങ്ങൾ മേടിക്കുന്ന പൈസ നിക്ഷേപമായി തന്നെ പരിഗണിക്കും. അനധികൃത നിക്ഷേപം സ്വീകരിച്ചിട്ടാണ് ഇവർ നിങ്ങളെ വഞ്ചിച്ചത്. നിങ്ങളുടെ കയ്യിൽ നിന്നും ഇത് പർച്ചേസ് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് ആണ് എന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അത് അനധികൃത നിക്ഷേപം സ്വീകരിച്ചിട്ടാണ് ഈ കമ്പനി നിങ്ങളെ വഞ്ചിച്ചിട്ടുള്ളത്. അങ്ങനെ നിക്ഷേപം സ്വീകരിക്കാൻ വേണ്ടിയിട്ടും അതിന് പ്രോഫിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇന്ത്യയിൽ ഒരു നിയമവും ഇവർ അനുവദിക്കുന്നില്ല. ഇന്ത്യയിൽ അങ്ങനെ പ്രോഫിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ആർക്കും സാധിക്കില്ല. അതിന് സെബിയുടെയൊക്കെ അനുമതിയോട് കൂടിയിട്ട് മാത്രമേ അങ്ങനെ സാധിക്കുള്ളൂ. എക്സ്ചേഞ്ചുകൾ വഴിയൊക്കെ മാത്രമേ ഈ ഷെയർ വിതരണം ചെയ്യാനും അതുവഴി പ്രോഫിറ്റ് വിധിച്ച് കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. അതൊന്നുമില്ലാതെ പർച്ചേസ് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന പേരിൽ നിയമത്തിൻ്റെ കണ്ണു കെട്ടിയിട്ട് ആ പൈസ സ്വീകരിച്ചിട്ട് അതുവഴി മണി റൊട്ടേഷൻ നടത്തിയിട്ട് മണി ചെയിൻ നടത്തിയിട്ടാണ് ഈ കമ്പനി നിങ്ങളെ വഞ്ചിച്ചിട്ടുള്ളത്. ഞാനിത് എത്രയോ തവണ എൻ്റെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഈ നിക്ഷേപർ ഇപ്പോഴും കമ്പനി തങ്ങളെ വഞ്ചിച്ചിട്ടില്ല, ഈ കമ്പനി പിടിക്കപ്പെടുന്നത് വരെ തങ്ങൾക്ക് പൈസ വിധിച്ച് തന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഇരിക്കുകയാണ്. അതിലൊരു അപകടം, ഈ പൈസ പോയവരൊന്നും തന്നെ പരാതിയുമായിട്ട് വരില്ല എന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ നെഗറ്റീവ് ഗ്രൂപ്പുകാരെന്ന് ഇവർ ആരോപിക്കുന്ന ഈ മണി ചെയിൻ സ്കാമുകൾക്കെതിരെ അവയർനെസ് വീഡിയോ ഒക്കെ കൊടുക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഒരാളുടെ, നസീർക്കയുടെ വോയിസ് ഇവർ അതിഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ നസീർക്ക പറയുന്നത് പരമാവധി FIR ഇടാൻ വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകണം എന്ന് തന്നെയാണ്. നസീർക്ക എൻ്റെ ജ്യേഷ്ഠതുല്യൻ കൂടിയിട്ടാണ്. ഈ നെഗറ്റീവ് ഗ്രൂപ്പുകാർ എന്ന് ഇവർ ആരോപിക്കുന്ന ആളുകൾ പല വിധത്തിൽ കൂടിച്ചേർന്നവരാണ്. ആ കൂട്ടായ്മ രൂപപ്പെട്ടത് പല വിധത്തിലാണ്. അത് പലരുണ്ട്. ഈ ഹൈറിച്ചിൽ തന്നെ പൈസ പോയ ആളുകളുണ്ട്, അതല്ലാതെ വേറെ നിക്ഷേപ തട്ടിപ്പിൽ പൈസ പോയ ആളുകളുണ്ട്. അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളായിട്ട് കണ്ടുമുട്ടിയവർ ഒരുമിച്ച് കൂടിയിട്ടുള്ളതാണ് ഈ നിങ്ങൾ നെഗറ്റീവ് ഗ്രൂപ്പുകാരെന്നും ഞങ്ങൾ ഇങ്ങനെയുള്ള മണി ചെയിൻ സ്കാമുകൾക്കെതിരെയുള്ള കൂട്ടായ്മ എന്നും വിശ്വസിക്കുന്ന ഈ കൂട്ടായ്മ.
അതിലുള്ള എൻ്റെ ജ്യേഷ്ഠതുല്യൻ കൂടിയായിട്ടുള്ള നസീർ ഖയുടെ ഒരു വോയിസ് ഇവർ ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. FIR ഇടണം എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ പറയുന്നത് തന്നെയാണ് FIR ഇടണമെന്ന്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയിട്ടുള്ള ഒരു 120 പേരോളം കേരളത്തിൽ ഏകദേശം ഒരു 10-15 കൊല്ലമായിട്ട് ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ക്രൈമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള മണി ചെയിൻ സ്കാമുകളിൽ ആളുകളെ വഞ്ചിച്ചിട്ട് പൈസ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇവരിങ്ങനെ കൂട്ടുമാറ്റി കമ്പനിയുടെ പേര് മാറ്റിയിട്ട് വീണ്ടും ഇങ്ങനെയുള്ള ക്രൈമുകൾ ആവർത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവർക്ക് പരിക്കേൽക്കുന്നില്ല എന്നതാണ്. എത്രയോ പേര് കോടിക്കണക്കിന് രൂപ ഹൈറിച്ചിൽ നിന്നുണ്ടാക്കിയ പേര് 10 കൊല്ലമായിട്ട് ഇതുപോലെയുള്ള കമ്പനികൾ ചേർന്നിട്ട് കൂട്ടും സൂട്ടും ഇട്ടിട്ട് സാധാരണക്കാരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ക്രൈമിൽ ഇവർക്ക് ഒരു പരിക്കും പറ്റിയിട്ടില്ല എങ്കിൽ ഈ പൈസ ഒക്കെ ഇവരെ കൂട്ടി വെച്ചിട്ട് അടുത്ത കമ്പനിയുടെ പേരും പറഞ്ഞിട്ട് കോട്ടിൻ്റെ കളർ മാറ്റിയിട്ട് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ വിയർപ്പിൻ്റെ വില അറിയുന്ന കുറച്ച് സാധാരണക്കാർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് ഇതിൽ നേതൃത്വം കൊടുത്ത കോടിക്കണക്കിന് രൂപ സാധാരണക്കാരെ വഞ്ചിച്ച് അനധികൃത നിക്ഷേപം സ്വീകരിച്ചിട്ട് ഇത് നിക്ഷേപമല്ല പർച്ചേസ് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്നാൽ അതിന് ലാഭം വിതരണം ചെയ്തിട്ട് അനധികൃത നിക്ഷേപം സ്വീകരിച്ചിട്ട് ആളുകളെ വഞ്ചിച്ച ഇത് നേതൃത്വം കൊടുത്ത മുഴുവൻ പേരും അഴിക്കുള്ളിലാകണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ വലിയ ഗൂഢാലോചന സിദ്ധാന്തം എന്നൊന്നും പറഞ്ഞിട്ട് ഈ വോയിസ് പൊക്കി പിടിച്ച് വരണ്ട. അത് ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ്, ഞങ്ങളുടെ ലക്ഷ്യം തന്നെയാണ്. ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത മുഴുവൻ പേരും അഴിക്കുള്ളിലാകണം. അവരുടെയൊക്കെ സ്വത്ത് കണ്ടുകിട്ടപ്പെട്ടിട്ട് ഇതിൽ നിക്ഷേപിച്ച സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് ആ പൈസ വീതിച്ച് കൊടുക്കപ്പെടണം എന്നത് ഞങ്ങളുടെ ആഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വോയിസ് പൊക്കി പിടിച്ചിട്ട് ഞങ്ങൾ ഭയങ്കര ഗൂഢാലോചന നടത്തുന്നു എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങളാരും വരണ്ട. ഞാൻ ആ ഗ്രൂപ്പിൽ തന്നെ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പിന്നിൽ വീഡിയോ കേട്ട് പണിയെടുക്കുന്നവർ എൻ്റെ വോയിസ് കൂടെ കേട്ടിട്ടുണ്ടാകും എന്ന് കരുതാണ്.